ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 32ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുക. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക്, ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്നത്തെ വിഷയത്തിന് അച്ഛൻ കൊടുത്തിരിക്കുന്ന പേര് വിക്ടിം സോൾസ് എന്ന. വിക്ടിം സോൾസ്, പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് അച്ഛൻ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പെടുന്ന 2 കാര്യങ്ങളാണ്. ദൗത്യം എന്ത്, പ്രതിഷ്ഠ കഴിഞ്ഞവരുടെ ദൗത്യം എന്ത്, ആ കാണുന്ന വ്യക്തികൾ എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഉൾക്കാഴ്ച നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി കേൾക്കണം. കേട്ടാൽ പോരാ, അത് ജീവിക്കണം. അപ്പം നമ്മൾ ആദ്യം തിരിച്ചറിയണ്ടേ, പരിശുദ്ധ ഈ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ മുറ്റുപനം നോക്കുമ്പോൾ അമ്മ ആർക്കാണോ പ്രത്യക്ഷപ്പെടുന്നത് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞേ, നിനക്ക് ലോകത്തിൽ കിട്ടുന്ന സഹനം സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കാമോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവരോട്. പ്രിയപ്പെട്ടവരെ, ഇതിന് പറയുന്ന ഒരു പേരാണ് യഥാർത്ഥത്തിൽ വിക്ടിം സോൾസ്. വിക്ടിം സോൾസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുവാണെങ്കിൽ, പാപികളുടെ മാനസാന്തരം ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തയ്യാറാകുന്നവരെ വിളിക്കുന്ന പേരാണെന്ത്? വിക്ടിം സോൾസ് എന്ന് വെച്ചാൽ, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധി അമ്മ മാതാവ് ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വിക്ടിം സോൾസ് ആകാനുള്ള ദൗത്യമാണ്. എന്ന് വെച്ചാൽ മാനസാന്തരത്തിനായി, പാപികളുടെ മാനസാന്തരത്തിനായി സഹനങ്ങൾ സ്വീകരിച്ച് സമർപ്പിക്കുക. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വ്യക്തിയായി തീരുക. ഇതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ ഓരോ വ്യക്തിയെയും അമ്മ മാതാവ് ഏൽപ്പിക്കുന്ന ദൗത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന് തയ്യാറാണോ? ഇതിന് തയ്യാറാണോ? പ്രിയപ്പെട്ടവർ, ഇത് തയ്യാറായി കഴിയുമ്പോഴാണ് നമ്മിലൂടെ പരിശുദ്ധി അമ്മയുടെ സൈന്യനിരയായി നമ്മൾ തീർന്നിട്ട് നമ്മിലൂടെ ഈ ലോകത്ത് മാറ്റം വരുത്തുന്നത്. പല വ്യക്തികളുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? അവർ മാത്രം രക്ഷപ്പെട്ടാൽ മതി, അവർക്ക് അവരുടെ കുറെ കാര്യങ്ങൾ ശരിയായാൽ മതി. ഇതല്ല മക്കളെ ചിന്തിക്കണ്ടേ. നമുക്കിതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഞാൻ രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ തലമുറ രക്ഷപ്പെടണം. ഒപ്പം ലോകത്തിലെ പാപികൾ മാനസാന്തരപ്പെടാനായിട്ട് ഇനിയുള്ള എൻ്റെ ജീവിതം 2 കാര്യം. 1, സഹനം സ്വീകരിച്ച് കാഴ്ചവെക്കുക. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ചുരുങ്ങിയ 4 കെട്ടിനുള്ള പ്രാർത്ഥന മാറ്റിയിട്ട് അത് അല്പം കൂടി വിശാലമാക്കണം. നമുക്ക് എപ്പോഴുള്ള പ്രാർത്ഥന എന്താ? ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, ഇവരുടെ രക്ഷ. ഇനി അതല്ല. ഞാൻ ഓർക്കുവേണ്ട ബഹുമാനപ്പെട്ട നാക്യം പറമ്പിൽ അച്ഛനടുത്ത് എപ്പോഴും ആര് ചെന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചാലും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊച്ചു കാര്യമാണ്, ഏതാ നിന്റെ പ്രശ്നം? ഈ പ്രശ്നത്തിൽ അകപ്പെട്ട 1,00,000 ആളുകൾക്ക് വേണ്ടി നീ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മളും ചെയ്യേണ്ട കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ ഈ 2-3 പേർക്കുള്ള പ്രാർത്ഥന, മറിച്ച് ഒരാളെ പോലും നമുക്ക് നരകത്തിന്റെ അഗ്നിയിലേക്ക് വിടാൻ പാടില്ല. അതിന് എന്തോ ഒരു സഹനം വേണോ, ആ സഹനം അപ്പായോട് ചോദിച്ച് മേടിക്കണം. എന്നിട്ട് അത് സഹിക്കാനുള്ള കൃപയും മേടിക്കണം. അവർക്ക് വേണ്ടി ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴാ മക്കളെ ഈ പ്രതിഷ്ഠ കൊണ്ട് സ്വർഗത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊരു 33 ദിവസത്തെ ഒരു പരിപാടിയായിട്ട് അങ്ങോട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ പഴയ രീതിയിൽ ഇത് പോകാതെ എന്താ, അമ്മ ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിന് വലിയ വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, അമ്മ ആരുടെ അടുത്താണ് പ്രത്യക്ഷപ്പെട്ട അവരോട് ചോദിക്കുവാണ്, കുഞ്ഞേ, നിനക്ക് ഒരു വിക്ടിം സോൾസ് ആകാമോ? ഈ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഇവരൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ? പറ്റില്ല. അപ്പൊ അമ്മയും ഈശോയും കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. 1, ഈശോ ഓരോ നിമിഷം അനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണ് അത് ഈശോ കാണിച്ചു കൊടുക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്തുമാത്രം പെയിൻ, വേദനയുണ്ടോ അത് കാണിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ എപ്പോൾ ലോകത്തിലെ പാപികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവരനുഭവിക്കുന്ന വേദന കാണിച്ചു കൊടുക്കുക.
മൂന്നാമത്, അനേകം ആത്മാക്കൾ നരകാഗ്നിയിൽ പോയി പതിക്കുന്ന അവസ്ഥ കാണിച്ചു കൊടുക്കും. ഇത് കാണിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ കാണുന്ന വ്യക്തികള്, ഈ കുഞ്ഞുങ്ങൾ ചാടി പറയും, ഞങ്ങൾ വിക്ടിം സോൾസ് ആയിക്കൊള്ളാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് പറ്റാത്തതെന്നറിയാമോ? നമ്മൾ ഇന്ന് വരെ ഈശോ അനുഭവിക്കുന്ന വേദന അറിഞ്ഞിട്ടില്ല. അമ്മ മാതാവ് അനുഭവിക്കുന്ന വേദന അറിഞ്ഞിട്ടില്ല. നരകത്തിലെ ഓരോ ആത്മാവ് പോയി കിടന്നിട്ട് അവർ അനുഭവിക്കുന്ന വേദന നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ചട്ടക്കൂടിന്റെ അകത്ത് കിടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം വന്നിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മാറണം മക്കളെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള വിളി എന്ന് വെച്ചാൽ ഗൗരവമായിട്ട് ഈ വിളിയെ നമ്മൾ കാണാനായിട്ട് പറ്റണം. വിക്ടിം സോൾസ് ആകാനുള്ള വിളിയാണ് നമുക്കെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കണം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ കാലഘട്ടം നോക്കിക്കേ. എല്ലാ തരത്തിലുമുള്ള തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന് രക്ഷപ്പെടാനുള്ള ആഗ്രഹമില്ല. ഈ ലോകത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സുഖം നൽകുന്ന ഉപാധികളുണ്ടോ ആ ഉപാധികളെ മുഴുവനും കയറി പിടിച്ചിരിക്കുന്ന അവസ്ഥ. ഏതൊക്കെ സന്തോഷം നൽകുന്ന കാര്യമുണ്ടോ അതിലേക്ക് മുഴുവനും ചാഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. ആർക്കും ഈ കാലഘട്ടത്തിൽ ആത്മരക്ഷയെക്കുറിച്ചുള്ള ഒരു ആഗ്രഹമില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചിന്തയില്ല. നിത്യതയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ ലോകവും അവൻ ഈ സുഖവും അവന് കിട്ടുന്ന സന്തോഷവും അവന് വെച്ച് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും ഇതിൽ ഒതുങ്ങി കിടക്കുക. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞേക്കുക, മനസാക്ഷി മരവിച്ചു പോയേക്കുക, ഹൃദയം കഠിനമായി പോയേക്കുക. ഇതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ വീടുകൾ നോക്കിക്കേ മക്കളെ. ചില വീട്ടിൽ ഒരാള് ഇതിൽ സംബന്ധിക്കുന്നുണ്ടാകാം, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? നിങ്ങൾ ആ സമയത്ത് ചിന്തിച്ചില്ലേ, ഇതെന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്ന് കൂടുവാർന്നെങ്കിൽ, ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് യുഗാന്ത്യത്തെ കുറിച്ച് ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഇവരൊക്കെ ഒന്ന് കേട്ടായിരുന്നെങ്കിൽ. പക്ഷെ കേൾക്കുന്നില്ല. പറഞ്ഞാൽ അവർ സ്വീകരിക്കാൻ റെഡിയോ അല്ല. ചില കുടുംബത്തിൽ ആർക്കും ഇത് കിട്ടുന്നില്ല. പല സമർപ്പിതർക്കും ഇത് കിട്ടുന്നില്ല. പല വൈദികർക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ മനസാക്ഷി മരവിച്ച്, ഹൃദയം കഠിനമായി, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. അവർക്ക് ഇപ്രകാരമുള്ള സത്യങ്ങളെ തിരിച്ചറിയാനോ ഒരുങ്ങാനോ പറ്റാത്ത അവസ്ഥയിൽ കെണിയിൽ അകപ്പെട്ട് കിടക്കുവാന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈശോയുടെ വരവ് വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും നഷ്ടപ്പെട്ടു പോകരുത്. ഇങ്ങനെ പോയാൽ, ചിന്തിച്ചേ, ഇങ്ങനെ പോയാൽ അവസാനത്തെ അടയാളം ഭൂമിയിൽ വരുമ്പോൾ 2 തീരും, അല്ലെങ്കിൽ അവസാനം തീരും. അത് എത്രയും പെട്ടെന്ന് വന്നാലുള്ള അവസ്ഥ എന്താ? നമ്മുടെ ജീവിത പങ്കാളി എവിടെ പോകും? നമ്മൾ എവിടെ പോകും? നമ്മുടെ മക്കൾ എവിടെ പോകും? നമ്മുടെ സഹോദരങ്ങൾ എവിടെ പോകും? മാതാപിതാക്കൾ എവിടെ പോകും? ആരാ ചിന്തിക്കുന്നതിനെ കുറിച്ച്? അപ്പൊ അവര് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ജീവിതമാണെങ്കിൽ ഞാൻ വിക്ടിം സോൾസ് ആകാതെ എങ്ങനെയാന്ന് എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുന്നേ? പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, നിങ്ങൾ ചിന്തിച്ച്, നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോണം, നമ്മൾ ധ്യാനം കൂടണം, കൗൺസിലിങ്ങിന് പോണം, അതൊക്കെ വേണം. നമ്മൾ നൊവേനെ പങ്കുചേരണം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാ. പക്ഷേ എന്റെ സഹനം മാറിക്കിട്ടാനും എന്റെ പ്രശ്നം മാറിക്കിട്ടാനും മാത്രമാണ് ഞാൻ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്നതും ഞാൻ ഈ പ്രാർത്ഥിച്ചു കൂട്ടുന്നെങ്കിൽ മക്കളെ, അത് തെറ്റായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പോകുക. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിളി എന്ന് പറയുന്നത് വിക്ടിം സോൾസ് ആകാനാ. അതിനകത്ത് സഹനം വരും, അതിനകത്ത് ത്യാഗം ഉണ്ടാകും, അതിനകത്ത് വിഷമം ഉണ്ടാകും, അതിനകത്ത് ഒത്തിരി പീഡകൾ കാണും, അതിനകത്ത് ഒത്തിരി രോഗപീഠകൾ കാണും, അവസ്ഥകൾ അങ്ങനെയുള്ളതൊക്കെ വരും. എന്തിനാ? ഈ കാണുന്ന കാര്യം സ്വീകരിച്ചുകൊണ്ട് വേണം എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, എനിക്ക് എൻ്റെ സമൂഹത്തെ രക്ഷിക്കാൻ, എനിക്ക് എൻ്റെ നാടിനെ രക്ഷിക്കാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധി അമ്മ നോക്കുമ്പോൾ ആരും കിട്ടാനില്ല. നമ്മെ അതുകൊണ്ടാ പ്രതിഷ്ഠ നടത്തുന്ന മക്കളോട് പറയുവാ, കുഞ്ഞേ, നിനക്ക് വിക്ടിം സോൾസ് ആകാമോ? പരിശുദ്ധ ബൈബിളിൽ ഈശോ വെളിപ്പെടുത്തിയ അടയാളമുണ്ട്. അവസാനം എന്ത് സംഭവിക്കും? 37 അടയാളം പറയുന്നുണ്ട്. അതിൽ 90% ലോകത്ത് സംഭവിച്ചു. ശരിക്കും ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 37 അടയാളത്തിന്റെ വിപുലീകരണമാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലും 90-95% സംഭവിച്ചു.
പ്രിയപ്പെട്ടവരെ, വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആത്മീയ രഹസ്യങ്ങൾ പലതും സംഭവിച്ചു. ഇതെല്ലാം നടന്നിട്ടും പലരും, ഇതെല്ലാം അടുത്തെത്തിയിട്ടും പലരും ഈ കാര്യത്തിന് ഒരു വില കൊടുക്കുന്നില്ല. ഇതാരും ഗവനിക്കുന്നില്ല, ഇതാരും പരിഗണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാശം തൊട്ടടുത്ത് നിൽക്കുമ്പോഴും, വലിയ അപകടം തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോഴും അത് തിരിച്ചറിയാനായിട്ട് ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് പറ്റുന്നില്ല. കാരണം അന്ധത പ്രാപിച്ചിരിക്കുവാന്നേ. അതല്ലേ മക്കളെ, പരിശുദ്ധി അമ്മ ആവർത്തിച്ചിട്ട് പറഞ്ഞു, ഇതാ ഒരു വലിയ അടയാളം ഉണ്ടാകും, വലിയൊരു ശിക്ഷ വരും. ഈ ഭൂമിയിലുള്ള 2/3 കൂടുതൽ ആളുകൾ പോകും, നഷ്ടപ്പെട്ടു പോകും. അവസാനം അവശേഷിക്കുന്നവർക്കും ദുരിതമാ. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് തൊട്ടു മുമ്പിൽ വന്ന് നിന്നിട്ടും ഇത് തിരിച്ചറിഞ്ഞ് ഒന്ന് മാനസാന്തരപ്പെടാൻ, ഒന്ന് അനുതപിക്കാൻ, ഒന്ന് തിരിച്ചു വരാൻ ഇപ്പോഴും ഈ കാലഘട്ടത്തിന്റെ മക്കൾ തയ്യാറാകുന്നില്ല. അവർ ചിന്തിക്കുന്നു, അതൊന്നും അടുത്തെത്തിയിട്ടില്ല, അത് ഒത്തിരി അകലെയാണ്, അത് പിന്നീടാണ്, അതുകൊണ്ട് ഇപ്പൊ മാറണ്ട. വലിയൊരു അപകടത്തിലേക്ക് ആത്മാക്കൾ പോയി വീഴുന്നതിന് മുമ്പ് അവരെ മുഴുവനും തിരിച്ചു പിടിക്കാനുള്ള വിളിയാണ് മക്കളെ വിക്ടിം സോൾസിന്റെ വിളി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രാപ്പിയോ, നമുക്കറിയാം വിശുദ്ധ പാദ്രാപ്പിയോ ആരാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് മരിച്ചവരെ ഉയർപ്പിക്കാൻ വിശുദ്ധ പാദ്രാപ്പിയോയ്ക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നു. രണ്ടാമത്, അദ്ദേഹം പഞ്ചശതധാരിയായിരുന്നു. മൂന്നാമത്തെ കാര്യമാണ്, വായുവിൽ ഉയർന്ന് പൊന്തി നിൽക്കുന്ന ഒരു ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീർണിക്കാത്ത ശരീരഭാഗമാണ് അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ളത്. ഒപ്പം ബൈലൊക്കേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ നദാലിയ, ഇവർക്കൊക്കെ ഈശോയുടെ 2ാം വരവിന് മുമ്പ് നടക്കുന്ന ചില അടയാളങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈശോ പരിശുദ്ധി അമ്മയിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ പാദ്രാപ്പിക്ക് 12 അടയാളമുണ്ട്. ഞാനത് വലുതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ 1-2 കാര്യം മാത്രം ഞാൻ വായിച്ചേൽപ്പിക്കാം. ഒന്ന്, ലോകനാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശരിയായ പാത ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അക്രമത്തിൽ ചെന്നെത്തുന്ന വഴികളാണ്. എളിമയുടെയും അനുകമ്പയുടെയും പരസ്നേഹത്തിന്റെയും വഴിയെ നീങ്ങിയില്ലെങ്കിൽ അതൊരു ദുരന്തത്തിലായിരിക്കും എത്തിച്ചേരുക. വീണ്ടും പറയുന്നൊരു കാര്യം ഇതാണ്, ഭീകരമായ സംഭവങ്ങളാണ് വരാനിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടി ഇനിയും എനിക്ക് മധ്യസ്ഥയാകാനായിട്ട് സാധ്യമല്ല. ദൈവകരുണ അവസാനിക്കാറായി. മനുഷ്യനെ സ്നേഹിക്കുവാനാണ് സൃഷ്ടിച്ചത്, എന്നാൽ ജീവന്റെ നാശത്തിലേക്കാണ് മനുഷ്യൻ എത്തിയിരിക്കുക. അല്ലെ, 10ാമത്തെ ഒരു കാര്യം ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിരാശനാണ്. ഈശോ പറയുക, മനുഷ്യനെ അനുതാപത്തിലേക്ക് എങ്ങനെ നയിക്കണമെന്ന് എനിക്കറിയില്ല. ഈ വഴിയിൽ നിന്നും പിൻവാങ്ങുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഉഗ്രമായ കോപം ഇടിമുഴക്കം പോലെ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും. അതിൽ 11ാമത്തെ അടയാളം ഇങ്ങനെയാ പറയുന്നത്, ഭൂമിയുടെ മേൽ ഒരു ഉൽക്ക വന്ന് പതിക്കും, എല്ലാം കത്തിച്ചാമ്പലാകും. ഒരു മഹായുദ്ധത്തെക്കാൾ കടുത്ത ദുരന്തമായിരിക്കും അത്. ഭൂമിയിലുള്ള പലതും നാമാവിശേഷമായി തീരും. മനുഷ്യൻ നൽകുന്ന അടയാളങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നായിരിക്കും അത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ 12 അടയാളങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയ അതേപോലെ തന്നെ ബൈബിളിലുള്ള അടയാളം പോലെ തന്നെ ഇപ്രകാരം അടയാളം പാദ്രാപ്പിയോയിലൂടെ വെളിപ്പെടുത്തിയേക്കുക. പാദ്രാപ്പിയോ അവസാനം പറയുന്ന കാര്യം ഇതാണ്, അശുഭകരമായിട്ടുള്ള അനുഭവമായിരിക്കും അത്. ചിലർ പ്രളയത്താൽ നശിക്കും, ചിലർ അഗ്നിയാൽ കത്തിച്ചാമ്പലാകും, ചിലർ വിഷം ശ്വസിച്ചായിരിക്കും മരിക്കുക. എന്നാൽ വിനീത ഹൃദയരായവരോട് ചേർന്ന് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വിക്ടിം സോൾസായിട്ട് ജീവിക്കുന്നവരുടെ കൂടെ എത്ര ദുരന്തത്തിലും എത്ര പ്രശ്നത്തിലും കർത്താവും അമ്മ മാതാവും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അവസാനം ഒരു യുദ്ധം മക്കളെ, യുദ്ധത്തിന്റെയൊക്കെ ആരംഭം ആയിട്ടില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിക്കോണം എന്ത് സംഭവിക്കും. സാത്താൻ അവന്റെ സകല സൈന്യവുമായിട്ടും ആയുധവുമായിട്ട് യുദ്ധത്തിനിറങ്ങും. അപ്പോൾ എന്തു ചെയ്യും? ദൈവവും തൻ്റെ സൈന്യനിരയും സൈന്യാധിപയും കൂട്ടിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങും. ശരിക്കും ആ യുദ്ധം തുടങ്ങിയിട്ടില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. നമുക്കറിയാം യുദ്ധം എന്താ, അത് പ്രലോഭന. ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രലോഭനം എന്താണ് ചിന്തിച്ചാൽ മതി. ഇതിൽ ഞാൻ എൻ്റെ ജീവിതം ആരുടെ സൈഡിലാണ്? സാത്താൻ ഒരു പ്രലോഭനം വെക്കുമ്പോൾ ഞാൻ വീണു പോകുവാണോ, ഞാൻ അതിൽ നിന്ന് കരകയറുന്നുണ്ടോ, എന്നെ മറികടക്കുന്നുണ്ടോ? 24 മണിക്കൂറും സന്തോഷം തരുന്ന കാര്യം 24 മണിക്കൂറും ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ മായാ ലോകത്താക്കുന്ന കാര്യം ഇന്ന് സാത്താൻ തന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മൊബൈൽ.
ഇതിലെന്തോരം പേരെ കുടുങ്ങിക്കിടക്കുന്നേ, ഒരു മായാ ലോകത്തിലെത്തിയേക്കണേ. ഇതിന്റെ ഫലമായിട്ട് മറ്റൊരു കാര്യവും താല്പര്യമില്ല. ദൈവ വിളി, ദൈവ ശുശ്രൂഷ, ദൈവിക കാര്യങ്ങള്, പ്രാർത്ഥനയുടെ കാര്യങ്ങള്, വിശുദ്ധ ജീവിതം, നന്മ പ്രവർത്തികള്, ഒന്നിനും താല്പര്യമില്ല. എല്ലാത്തിൽ നിന്ന് അകന്നു പോയേക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ സാത്താൻ ഇങ്ങനെ ഒരു പ്രലോഭനം വിടുമ്പോൾ ഇതിൽ ഞാൻ ജയിക്കുന്നുണ്ടോ അതെയോ തോറ്റ അവന്റെ കൂടെയാണോ? ഒരു യുദ്ധമല്ലേ മക്കളെ അത്. ആ യുദ്ധത്തിൽ നമ്മൾ ആരുടെ ഭാഗത്താണ്? നമുക്ക് എവിടെ വിജയമുണ്ട്? നമുക്കറിയാം മക്കളെ, ഇതിനെ എന്തുമാത്രം മറികടക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് സ്വർഗം കിട്ടുക. ഇതിനെ നമ്മൾ മറികടക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരും നഷ്ടപ്പെട്ടു പോകുന്നവരെയും തിരിച്ചു പിടിക്കണം. അതിനുള്ള വിളിയാണ് വിക്ടിം സോൾസിന്റെ വിളി. പ്രൈസ് ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മളും അതിൽ കുടുങ്ങാതിരിക്കാൻ, നമ്മുടെ കുടുംബം കുടുങ്ങാതിരിക്കാൻ, അത് കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചു പിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ അതിൽ ദശാംശമായിട്ട് ദൈവത്തിന് ഒരു 3 മണിക്കൂർ കൊടുക്കണം. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 3 മണിക്കൂർ എൻ്റെ ഈശോയ്ക്കായിട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടുന്നറിയാമോ? 21 മണിക്കൂർ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആ 3 മണിക്കൂർ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. അത് ഒറ്റയടിക്കുള്ള പ്രാർത്ഥനയല്ല 3 മണിക്കൂർ. പല സമയങ്ങളിലായിട്ട് 3 മണിക്കൂർ ദിവസവും എൻ്റെ കർത്താവിന് കൊടുക്കാൻ തുടങ്ങിയാൽ ബാക്കി 21 മണിക്കൂറിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി കിട്ടുന്നു. ഒപ്പം ആത്മാക്കളെ രക്ഷിക്കാനും പറ്റുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ മെഡ്ജുഗോറിയിലെ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയത്. അമ്മ അവിടെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരോട് ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്, മക്കളെ 3 മണിക്കൂർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാനായിട്ട് മാറ്റണം. എന്നിട്ട് അമ്മ മാതാവ് അവിടെ 9-10 നിർദ്ദേശങ്ങൾ, 12 നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുന്നു. അല്ലെ, ഒന്നാമത്തെ നിർദ്ദേശം ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ കൊടുക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്: പരിധികളില്ലാതെ നിങ്ങളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കണം. രണ്ടാമത് അമ്മ പറയുന്നു, എല്ലാ ഭീതികളെയും അകറ്റി നിർത്തുക. ദൈവത്തിന് പരിപൂർണമായും വിട്ടുകൊടുക്കുന്ന ഏതൊരുവനും യാതൊന്നിനെ കുറിച്ചും ഭീതിപ്പെടേണ്ടതില്ല. ബുദ്ധിമുട്ടുകൾ തീർച്ചയായും നിലനിൽക്കും, എന്നാൽ അവയെല്ലാം ആത്മീയ വളർച്ചയ്ക്കും ദൈവമഹത്വത്തിനായിട്ട് പരിണമിക്കും. ഇനി മൂന്നാമത് പറയുന്ന കാര്യം ഇതാണ്: ആഴ്ചയിൽ 2 ദിവസം റൊട്ടിയും വെള്ളവും കഴിക്കണം. അവിടെ മെഡ്ജുഗോറിയിൽ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ 2 ദിവസം. അത് ഏതൊക്കെയാ? വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും. എന്തുകൊണ്ടാണ് ബുധനാഴ്ച എന്ന് പറയാൻ കാരണം? അന്നാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത്. അപ്പൊ ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ച എന്ത് ചെയ്യണം? നമ്മൾ നല്ല ആഹാരങ്ങൾ മാറ്റുക. കഞ്ഞി, ചമ്മന്തി, പപ്പടം, ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിന് സുഖം കിട്ടുന്ന കാര്യം കുറയ്ക്കുക. നാലാമതായിട്ട് പരിശുദ്ധി അമ്മ പറയുന്നു, ദിവസം 3 മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കണം. എന്നിട്ട് പറയുവാണ്, ദിവസവും സാധിക്കുവാണെങ്കിൽ പരിശുദ്ധ ബലിയിൽ പങ്കുചേരണം, സമ്പൂർണ്ണ ജപമാല ചൊല്ലണം, യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, ലോക കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടാൻ പോകരുത്. ഏതാ ഈ വിക്ടിം സോൾസിനോട് പറയുവാ, നമ്മളോട് പറയുവാ. ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ: ദിവസവും ബലിയർപ്പിക്കണം. 3 മണിക്കൂർ പ്രാർത്ഥന, അതിൽ ബലിയർപ്പണം, യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, സമ്പൂർണ്ണ ജപമാല. ആവശ്യമില്ല ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ടിവിയും കണ്ട് അതും കണ്ട് ഇതും കണ്ട് ലോകകാര്യങ്ങൾ ഷെയർ ചെയ്ത് ഇതൊക്കെ മാറണം. നമുക്ക് ഒതുങ്ങണം, നമുക്ക് മാറണം. വീണ്ടും അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്: സഭയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, പ്രധാനമായിട്ടും മെത്രാന്മാർക്കും കർദിനാൾമാർക്കും വേണ്ടി പ്രാർത്ഥന കൂട്ടണം. നമ്മുടെ പകുതി പ്രാർത്ഥനയെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങണം. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ വെളിപ്പെടുത്തിയായിരുന്നല്ലോ. വീണ്ടും 6-മതായിട്ട് പറയുന്നു, 4 വർഷത്തേക്ക് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്ത് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഇനി ഇല്ലെങ്കിലും പറ്റുന്ന കാലത്തോളം അങ്ങനെ പ്രാർത്ഥിക്കുക. വീണ്ടും അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്: മാസം തോറും ഒരുങ്ങി കുറ്റമറ്റ കുമ്പസാരം നടത്തണം. അവസാനം പരിശുദ്ധി അമ്മ പറയുന്നു, 1/2 മണിക്കൂർ ദിവസവും ബൈബിള് വായിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നിർദ്ദേശങ്ങളാണ് മെഡ്ജുഗോറിയിലെ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: വിമല ഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ: മാസത്തിൽ കുമ്പസാരിക്കണം, ബൈബിള് വായിക്കണം, ബലിയർപ്പിക്കണം, സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. നമ്മുടെ നേതൃത്വ നേരം എന്ന് വെച്ചാൽ മെത്രാന്മാർക്കും പിതാക്കന്മാർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുക്കണം, പരിപൂർണമായി സമർപ്പണം നടത്തണം, സഹനം സ്നേഹത്തോടെ സ്വീകരിച്ച് സമർപ്പിക്കണം.
പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, 3 മണിക്കൂർ. ഈ 3 മണിക്കൂർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലണ്ടേ? നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പൂർണ്ണ ജപമാല. 3 മണിക്കൂർ ഒറ്റ സമയത്തല്ല, അതിനകത്ത് പരിശുദ്ധ കുർബാന ഉൾപ്പെടും, അതിനകത്ത് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഉൾപ്പെടും. ബാക്കിയുള്ള സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചില പ്രാർത്ഥനകൾ അച്ഛൻ പറഞ്ഞു തരാം. അത് ഓരോരുത്തരും കൃത്യമായിട്ട് കേൾക്കുക. ഒരു പേപ്പറൊക്കെ എടുത്ത് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതിയെടുത്തോളുക. യൂട്യൂബിൻ്റെ അകത്ത് ഈ ടോക്കുകളെല്ലാം കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ഇത് എടുത്ത് വീണ്ടും കണ്ടിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പറയുവാണെങ്കിൽ, പരിശുദ്ധ കുർബാന. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുടക്കമില്ലാതെ പരിശുദ്ധ കുമ്പസാരം, എപ്പോഴും അടുത്തടുത്ത് കുമ്പസാരിച്ച് ഒരുങ്ങിക്കോണം. അതുപോലെ തന്നെയാണ് ഉപവാസം, അത് അച്ഛൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് സമ്പൂർണ്ണ ജപമാല. പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അരമണിക്കൂർ ബൈബിൾ വായന. ഇനി എന്തൊക്കെ പ്രാർത്ഥനകളും മറ്റുള്ളത്, ജപമാല അല്ലാതെ മറ്റേതൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തൊക്കെയാണ് ഈശോയുടെ തിരുമുറിവിന്റെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുക. വിശുദ്ധ ബ്രിജിറ്റിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുമുറിവിന്റെ പ്രാർത്ഥന. വിശുദ്ധ ബ്രിജിറ്റ് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈശോയുടെ തിരുമുറിവിനെ കുറിച്ച്. ഇപ്പൊ അവളോട് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ തിരുമുറിവ് എത്രമാത്രം തിരുമുറിവുകൾ ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: 5475 തിരുമുറിവിന്റെ ശരീരത്തിലുണ്ട്. ഈ തിരുമുറിവിന്റെ അകത്ത് ദൈവിക രഹസ്യങ്ങൾ കിടപ്പുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ, ഇതിന്റെ കൃപ നിനക്ക് കിട്ടണമെങ്കിൽ, ഇതിന്റെ ഒരു അഭിഷേകം നിനക്ക് കിട്ടണമെങ്കിൽ, നീ ചെയ്യേണ്ട കാര്യം ദിവസവും 15 സ്വർഗസ്ഥനായ പിതാവേയും 15 നന്മ നിറഞ്ഞ മറിയുമേയും ഒപ്പം ഈ തിരുമുറിവിന്റെ 15 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും ദിവസവും 365 ദിവസം നീ ചൊല്ല്. അങ്ങനെ ചൊല്ലുവാണെങ്കിൽ നിനക്ക് ഇതിന്റെ അഭിഷേകം കിട്ടും, ഇതിന്റെ കൃപ കിട്ടും, ഇതിന്റെ ശക്തി കിട്ടും. 365 × 15 എത്രയാ മക്കളെ? 5475. ആ മുറിവുകൾ കാണാൻ പറ്റും. അതിനുശേഷം 21 വാഗ്ദാനം കൊടുക്കുക. ഈ കാണുന്ന കാര്യം 1 വർഷം മുടങ്ങാതെ ചെയ്താൽ ആ കുടുംബത്തിനും ആ വ്യക്തിക്കും കിട്ടുന്ന 21 വാഗ്ദാനം. അല്ല, ആദ്യത്തെ ഒരു വാഗ്ദാനമാണ്, ആ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള 15 ആത്മാക്കളെ ഞാൻ രക്ഷിക്കും, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിക്കും. രണ്ടാമത് പറയുവാണ്, ആ കുടുംബത്തിലുള്ള 15 പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ആ കുടുംബത്തിലുള്ള മറ്റു 15 പേരെ നിത്യതയിലേക്ക് ഞാൻ അടുപ്പിക്കും. എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന 1 വർഷം ഉരുവിട്ടാൽ, ആ കുടുംബത്തിൽ ഒരാൾ ഉരുവിട്ടാൽ 45 ആത്മാക്കളെ രക്ഷിക്കാൻ കിട്ടും. അതാണ് വിക്ടിം സോൾസിന്റെ വിളി. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ 1 ജപമാല, 2 തിരുമുറിവിന്റെ പ്രാർത്ഥന. മൂന്നാമത്താണ് തിരുഹൃദയ ഭക്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മേരി അലൻകോക്കിന് വെളിപ്പെടുത്തിയ ഒരു ആത്മീയ രഹസ്യമാണ്. യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന് നിന്നു. ഇതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന് 2 വിശുദ്ധരുണ്ട്. 1 വിശുദ്ധ ജത്രൂദും 2 മേരി അലൻകോക്ക്, അല്ലെങ്കിൽ മർഗരീത്ത മറിയം. ഇവർ 2 പേരും ഈശോയുടെ ഹൃദയത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്നവരാ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് കിട്ടിയ അതേ അഭിഷേകം ഇവർക്കും കിട്ടി. ഇവർക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി, ഈശോയുടെ ഹൃദയം ഇടുപ്പ് തിരിച്ചറിഞ്ഞു, ഈശോയുടെ ഹൃദയത്തിലുള്ള സ്നേഹം മുഴുവനും തിരിച്ചറിഞ്ഞു. ഈശോ ദൈവമക്കളെ ഓർത്ത് വേദനിക്കുന്ന ഈശോയുടെ അവസ്ഥ, ഹൃദയത്തിന്റെ വേദന അവർക്ക് തിരിച്ചറിയാൻ പറ്റി. എന്നിട്ട് ഈശോ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മേരി അലങ്കോക്കിനോട് പറഞ്ഞ കാര്യപ്രകാരമാണ്, ഞാൻ കാൽവരിയിൽ അനുഭവിച്ച വേദനയേക്കാൾ വലിയ വേദന ഈ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിക്കുന്നു. കാരണം എൻ്റെ മക്കൾ എൻ്റെ ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദ, അപമാനം, ഇതിനെ അവഗണിക്കുന്നത്, മന്ദഗതി, ശുഷ്കത, ഇതെന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് 3 കാര്യം ചെയ്യണം. ഒന്നാമത് പറഞ്ഞു, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച പരിഹാരത്തിന്റെ ബലിയർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. രണ്ടാമത് പറഞ്ഞു, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന 8-ാം ദിവസം, അതാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. ആ തിരുഹൃദയ തിരുനാൾ വെള്ളിയാഴ്ച എല്ലാവരും അത് ആഘോഷപൂർവ്വം കൊണ്ടാടണം, അത് പരിഹാരമായിട്ട്. മൂന്നാമത് പറഞ്ഞ കാര്യം ഇതാണ്, എല്ലാ വ്യാഴാഴ്ചയും രാത്രി 11 മണി മുതൽ 12 മണി വരെ പരിഹാര മണിക്കൂറായി, ഗെസമിൻ മണിക്കൂറായിട്ട് മക്കൾ മാറ്റി പ്രാർത്ഥിക്കണം. ഇതാണ് പരിഹാരം പറഞ്ഞ്. ഇതുപോലെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പരിശുദ്ധ ബലിയർപ്പിച്ച് പരിഹാര ബലിയർപ്പിച്ചാൽ എന്താ കിട്ടുന്നത്? 12 വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും വെളിപ്പെടുത്താത്തത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, 1 ജപമാല
2 തിരുമുറിവിന്റെ പ്രാർത്ഥന, 3 തിരുഹൃദയത്തിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി. 4ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ജത്രൂദിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. നമുക്കറിയാം, നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരന്റെ രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായി, ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായി, ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെ എല്ലാ പാപികൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയല്ല, സഭയിലുള്ള മക്കൾക്ക് വേണ്ടി, ലോകത്തിലുള്ള മക്കൾക്ക് വേണ്ടി, കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടി. ഇത് കാണാപ്പാടം പഠിച്ച് ഉരുവിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോണെന്ന് ജത്രൂദിനോട് പറഞ്ഞതാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ വിശ്വാസത്തോടെ ഉരുവിടുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആയിരക്കണക്കിന് ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഈശോയ്ക്ക് പറ്റും. കാരണം അത് പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ രക്ഷപ്രാപിക്കുവാന്ന്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു പ്രാർത്ഥനയാണ്, ദിവസവും പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് മാലാഹ ഫാത്തിമയിൽ മക്കളെ പഠിപ്പിച്ച 1ാമത്തെ പ്രാർത്ഥനയും 2ാമത്തെ പ്രാർത്ഥനയും. ഞാൻ അത് ഫാത്തിമ സന്ദേശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആ പ്രാർത്ഥന അങ്ങനെ നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ആ പ്രാർത്ഥനകൾ നിങ്ങൾ ദിവസവും അതൊക്കെ ചൊല്ലണം. മറ്റൊരു കാര്യമാണ് മിഖായേൽ മാലാഖയോടുള്ള ജപം. ദിവസവും ചെല്ലണം മക്കളെ. എനിക്ക് തോന്നുന്നു ഞാൻ 3ാമത്തെ ടോക്കിൽ അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ തന്നിട്ടുണ്ടായിരുന്നു, മിഖായേൽ മാലാഖയുടെ ജപം ചൊല്ലേണ്ടതിനെ കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ജപം ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ നോക്കണം. മറ്റൊന്നാണ് കരുണയുടെ ജപമാല. കരുണയുടെ ജപമാല പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ആയുധമായിട്ട് തന്നിരിക്കുന്ന. ഇനി മറ്റൊരു കാര്യം ഇല്ലെന്നാ പറയുന്നത്, രക്ഷിക്കാനായിട്ട് ഇനി മറ്റൊരു മേഖലയില്ല. അതുകൊണ്ട് കരുണയുടെ ജപമാല അത് മുടങ്ങരുത്. 2 കരുണയുടെ മണിക്കൂറിലെ പ്രായർ, 3 മണി സമയത്തുള്ള പ്രാർത്ഥന അത് മുടങ്ങരുത്. കരുണയുടെ നൊവേന അത് ചൊല്ലാൻ തുടങ്ങണം. പ്രിയപ്പെട്ടവർ, ഈ 3 കാര്യങ്ങൾ, കരുണയുടെ ജപമാല, കരുണയുടെ നൊവേന, കരുണയുടെ മണിക്കൂറിലെ പ്രയർ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അച്ഛനെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്രാംഗയുടെ അരുവെ സകല ജനപദങ്ങളുടെ നാഥയായ അമ്മ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പൊ നോക്കിക്കേ, ജപമാല പ്രാർത്ഥന, തിരുമുറിവിന്റെ പ്രാർത്ഥന, തിരുഹൃദയ ഭക്തി, ഒപ്പം ജത്രൂദിനെ പഠിപ്പിച്ച പ്രാർത്ഥന, മാലാഹ ഫാത്തിമയിൽ പഠിപ്പിച്ച 2 പ്രാർത്ഥനകൾ, കരുണയുടെ ജപമാല, കരുണയുടെ നൊവേന, കരുണയുടെ മണിക്കൂറിലെ പ്രാർത്ഥന, മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന, ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്ര എന്നുള്ള പ്രാർത്ഥന. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ 3 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെല്ലണ്ടേ. കാരണം എന്താണെന്നറിയാമോ, ഇതെല്ലാം സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. മനുഷ്യൻ രൂപപ്പെടുത്തിയതല്ല, സ്വർഗം പറഞ്ഞു തന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ഇതെല്ലാം. അപ്പൊ എന്തുണ്ട്, സ്വർഗത്തിലെത്തിയവർ വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണെങ്കിൽ ആ കാര്യത്തിലൂടെയാണ് ഓരോ മക്കളെയും സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഈ 3 മണിക്കൂർ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ഉരുപ്പെടാൻ തുടങ്ങിക്കേ, ആ കൃപയിൽ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ അതേ അഭിഷേകത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 3-4 അനുഷ്ഠാനങ്ങൾ ചെയ്യാനുണ്ട്. ഏതൊക്കെയാ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിഞ്ഞ ചെയ്യേണ്ട അനുഷ്ഠാനം? 1, ഉത്തരീയം ധരിച്ചിരിക്കണം. എല്ലാ ദൈവമക്കളും ഉത്തരീയം ധരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നാളെ നിങ്ങൾ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഉത്തരീയ സ്ഥലത്ത് പോയിട്ട് വെന്തിങ്ങ അല്ലെങ്കിൽ ഉത്തരീയം നിങ്ങൾ മേടിക്കണം. എന്നിട്ട് നാളെ കഴിഞ്ഞ് പോയിട്ട് അത് വെഞ്ചിരിക്കണം. ഉത്തരീയം ധരിക്കണം. ഈ പ്രതിഷ്ഠ നടന്ന എല്ലാവരും ഉത്തരീയം ധരിക്കണം. 2, അത്ഭുത കാശുരൂപവും ധരിക്കണം. അത്ഭുത കാശുരൂപം. ഇത് 2 ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇത് 2. മറ്റൊരു കാര്യമാണ്, ആദ്യ ശനിയാഴ്ച ആചരണം നടത്താൻ തുടങ്ങണം. ആദ്യ ശനിയാഴ്ചകളിൽ പരിഹാരത്തിന്റെ ബലിയർപ്പിക്കണം. 2, സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. 3, അവർ കുമ്പസാരിച്ച് യോഗ്യതയുടെ കുർബാന സ്വീകരിച്ചിരിക്കണം. ആ ജപമാലയുടെ ഓരോ രഹസ്യത്തെയും കുറിച്ച് 1 മിനിറ്റെങ്കിലും ധ്യാനിക്കണം. അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കേ, ആ കൃപ നിലനിൽക്കും മക്കളെ, നഷ്ടപ്പെടില്ല. അനേകരെ രക്ഷിക്കാൻ പറ്റും. ദൈവകോപം ശമിപ്പിക്കാൻ പറ്റും. മറ്റൊരു കാര്യമാണ് അച്ഛൻ പഠിപ്പിച്ചതാണ്, 13-ാം തീയതി മരിയൻ ദിനമായിട്ട് നിങ്ങൾ ആചരിക്കാൻ തുടങ്ങണം. അന്നേ ദിവസം ഒരു അഖണ്ഡ ജപമാല ചൊല്ലുക. അന്നേ ദിവസം ബാക്കി എല്ലാ ജോലിയിൽ നിന്നും മാറിയിട്ട് അമ്മ മാതാവിന്റെ രൂപമൊക്കെ എടുത്ത് വെഞ്ചരിച്ച് അവിടെ ഇരുന്ന് അഖണ്ഡ ജപമാല ചൊല്ലുക. അതിന്റെ വിലയെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിയ, ഞാൻ അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. മറ്റൊന്നാണ്, ഡിസംബർ മാസം 8-ാം തീയതി ആചരിക്കണം കരുണയുടെ മണിക്കൂർ. ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയുള്ള സമയം. അതിനെക്കുറിച്ച് ഞാൻ അച്ഛൻ പറഞ്ഞതാ. അപ്പൊ അത് മുന്നോട്ട് നമ്മൾ അതൊക്കെയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയവർ മുന്നോട്ട് ചെയ്യേണ്ട കാര്യം. മറ്റൊരു കാര്യമാണ്, കരുണയുടെ ചിത്രം വെഞ്ചരിച്ച് കുടുംബത്തിൽ സ്ഥാപിക്കണം. കരുണയുടെ ചിത്രം വെഞ്ചരിച്ച് കുടുംബത്തിൽ സ്ഥാപിക്കണം. അതുപോലെ കരുണയുടെ തിരുനാൾ അത് ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടണം. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ദൈവമക്കള് ചെയ്യേണ്ട, അല്ലെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം.
അതുപോലെ 4 തിരുനാളുകൾ ആഘോഷിക്കുന്നത് നല്ലതാണ്. അതാണ് ഇപ്പം അച്ഛൻ പറഞ്ഞ്, ഒന്ന് കരുണയുടെ തിരുനാൾ, രണ്ടാമത്തെ ഒരു തിരുനാളാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതെന്നാ? കരുണയുടെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ എന്താ? ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 59ാമത്തെ ദിവസം കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച. ഇനി മറ്റൊരു തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. അതെന്താണ്? ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 69ാമത്തെ ദിവസം കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച. അതാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, അവസാനത്തെയാണ് വിമല ഹൃദയ തിരുനാൾ. അതെന്താണ്? പരിശുദ്ധ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ് വരുന്ന പിറ്റത്തെ ശനിയാഴ്ച, അടുത്ത ദിവസം തന്നെ. ഈ 4 തിരുനാളുകളും എൻ്റെ മക്കൾ വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കാൻ തുടങ്ങിക്ക്. അതിലൂടെ വലിയ കൃപ നമുക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യം, ഒന്ന് വിക്ടിം സോൾസ് ആകുക, അതിന് 3 മണിക്കൂർ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് മാറ്റുക. ആ 3 മണിക്കൂർ ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെല്ലണ്ടേ, ആ കാര്യമാണ് അച്ഛൻ വെളിപ്പെടുത്തിയത്. അതൊക്കെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് നോക്കണം. 2 കാര്യങ്ങൾ ഞാൻ നാളെ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം പ്രത്യേകം പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു. നാളെ എല്ലാ ദൈവമക്കളും ദേവാലയത്തിൽ പോയി നല്ലൊരു കുമ്പസാരം നടത്തണം. കാരണം നാളെ കഴിഞ്ഞ് നമുക്ക് പ്രതിഷ്ഠ നടത്താനുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നല്ല തുറവയുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാളെ ഏതെങ്കിലും പള്ളിയിലോ ആശ്രമങ്ങളിലോ വൈദികരുടെ അടുത്ത് പോയിട്ട് തുറവയുള്ള കുമ്പസാരം നടത്തണം. ഇത് മറന്നേക്കരുത്. രണ്ടാമത്തെ കാര്യം, പ്രതിഷ്ഠാജപം എന്ന് വെച്ചാൽ എന്നും നമ്മൾ ചെല്ലുന്നതല്ല, വിമല ഹൃദയ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ ഒരു ജപമുണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ ഒന്നെങ്കിൽ എഴുതണം, ഇല്ലെങ്കിൽ പ്രിന്റ് കോപ്പി എടുക്കണം. അത് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമുക്ക് 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് മോൺഫോർട്ടിന്റെ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അവസാനത്തെ ഈ പ്രതിഷ്ഠ പ്രാർത്ഥനയുണ്ട്. അതല്ലെങ്കിൽ ഫാത്തിമ മാതാവിന്റെ 33 ദിവസത്തെ പ്രതിഷ്ഠാ പ്രാർത്ഥനയുണ്ട്. ഇതിൽ ഏത് പ്രാർത്ഥന വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫാത്തിമ മാതാവിന്റെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഷ്ഠ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതുക, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുക. അതിൻ്റെ അകത്ത് ഒരു പേരെഴുതേണ്ട സ്ഥലമുണ്ട്. ആ പേരെഴുതേണ്ടത് പറയുമ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് പേരെഴുതേണ്ടത്. അതുകൊണ്ട് പേരെഴുതി ഒപ്പിടേണ്ട സ്ഥലമുണ്ട്. ഇത് ചെയ്യണം. ഇനി ആർക്കെങ്കിലും എഴുതാനോ അങ്ങനെ പ്രായമായി ഇതൊന്നും പറ്റുന്നില്ല, മക്കളെ ഒന്നും, അമ്മച്ചിമാരെ അപ്പച്ചമാരെ ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസത്തെ ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇവിടെ പ്രതിഷ്ഠ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളത് മനസ്സിൽ കണ്ട്, ആ പേര് പറയുന്ന സമയത്ത് നിങ്ങളുടെ പേര് കണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഒപ്പിട്ടാൽ മതി. കാരണം നിങ്ങളെ കർത്താവ് കാണും. കർത്താവ് കരുണയുള്ളവനാ. അതുകൊണ്ട് കർത്താവിന് അതൊന്നും അല്ല പ്രധാനപ്പെട്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കാൻ റെഡിയായാൽ മതി. അതുകൊണ്ട് കുമ്പസാരിക്കുക. ഈ പ്രതിഷ്ഠയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശോ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ. ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,